ഈ അധികാരികൾ എവിടെ? MLA-മാർ, MP-മാർ ഇവരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രതിഷേധം. ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാരണവും. പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സ്ഥിരം അപകട മേഖലയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് വലിയ രീതിയിൽ പെടാപ്പാടുപെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്കൂളിലേക്ക് അത്ര സന്തോഷത്തോടു കൂടി പറഞ്ഞയച്ച മക്കളാണ് ചേതനയൊക്കെ ശരീരമായി ഇപ്പോൾ അവിടെ ആശുപത്രിയിലെ മോർച്ചറിയിൽ കിടക്കുന്നത്. സ്വാഭാവികമാണ് അവരുടെ പ്രതിഷേധം, സ്വാഭാവികമാണ് അവർ ഇങ്ങനെ പരാതി ഉന്നയിക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കല്ലടിക്കോട് പനയമ്പാടത്താണ് ഈ സംഭവം. മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റുമായി പോയ ലോറി മറിഞ്ഞാണ് ഈ അപകടമുണ്ടായത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ 4 പെൺകുട്ടികളാണ് ഈ അപകടത്തിൽ മരിച്ചത്. 3 പെൺകുട്ടികൾ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചുവെന്നും ഒരു പെൺകുട്ടിയാണ് പരിക്കേറ്റ ആശുപത്രിയിലായിരുന്നു. അവിടെ കളക്ടറോ മറ്റേ വലിയ ആൾക്കാർ വരട്ടെ, പോലീസുകാരും കൂടെ നടക്കില്ല ഒരു കാരണവശാലും. വിളിക്കുക കളക്ടറിനെ വിളിക്കുക, മന്ത്രിനെ വിളിക്കുക. ഈ റോഡ് നന്നാക്കാൻ പറ്റില്ലെങ്കിൽ ആളാണ് ഇവിടെ വെച്ച് മരിക്കുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് ഇവിടുന്ന് പോയാൽ മതി എല്ലാവരും. ആരുണ്ടാവില്ലേ വഴി കൂടി കൂടി ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത പോവില്ല. നാളെ ഞങ്ങളുടെ ആരും ഉണ്ടാവൂലേ? ഇത് സ്ഥിര അപകടമാണ്. ഇവിടെ ഇത് സ്ഥിരം പരിപാടിയാണ്. ഇത് ഇവിടുത്തെ കലാവാസന പോലെയാണ്. ഞങ്ങളുടെ കൂടെ അവരെ ഞങ്ങൾ എന്താ പറയാ, ഞങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഞങ്ങൾ അവിടെ പഠിച്ചിട്ട് വന്നവരാണ്. എന്ത് പറയാ, ഒരു ഡിവൈഡർ വെക്കാൻ എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ടില്ല. എക്സാം ആയതുകൊണ്ട് 4 മാറണം, അല്ലെങ്കിൽ ഇതിലേറെ മാരണങ്ങൾ അവിടെ ഉണ്ടാവും. എക്സാം ആയതുകൊണ്ട് സ്കൂൾ അതെല്ലാം തീരുമാനം. പ്ലസ് ടു കാരും എന്താ അവസ്ഥ? ഈ കണ്ട പോലെ ആയിരിക്കും. പ്ലസ് ടുക്കാരെയും പ്ലസ് കണ്ണുകാരോടെ വിട്ടേ എന്താവുമായിരുന്നു. മാത്രം കുട്ടികൾ കമ്മിയായിരുന്നു, അല്ലെങ്കിൽ ഇഷ്ടംപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് 2 സ്കൂള് 100 കണക്കിന് കുട്ടികളുടെ സ്കൂളിൽ ഈ സ്ഥലം ബസ് ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് പല പ്രാവശ്യം ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ഒരു അധികാരത്തിനെതിരെ പറയാനോ ഒന്നിനൊന്നും ഇല്ല. ഇവിടെ ഇതിനൊന്നും ഞങ്ങൾ ആരോട് പോയി പറയും? 1-2 ആക്സിഡന്റ് എന്ത് ധൈര്യത്തിൽ കുട്ടികളെ എന്ത് തരത്തിൽ സ്കൂളിൽ വിടും? ഈ 2 സ്കൂളിൽ കുട്ടികൾ 1000 കുട്ടികൾ വന്ന് ബസ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. എന്ത് വിശ്വസിച്ച് കുട്ടികളെ വിടും? കാരണം ഒന്ന് മഴ ഒന്ന് ചാറിയാ മതി, ഒരു വണ്ടി ചവിട്ട. നമുക്ക് കേൾക്കാൻ കഴിയും. 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ട. പരീക്ഷയായതുകൊണ്ടാണ് 4 പേരുടെ മരണത്തിൽ ഒതുങ്ങിയത്, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായേനേം എന്നൊക്കെയാണ് അവരുടെ പ്രതിഷേധം. ഇവിടെ എല്ലാവർക്കും അറിയാം, ഞങ്ങൾ നാട്ടുകാരുടെ മാത്രം പ്രശ്നമാണോ ഇത് സംഭവിക്കുന്നത്? വീട്ടിൽ പോയി